നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കേന്ദ്രത്തിന്റെ ചെലവിൽ ഗോളടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പിണറും കൂട്ടരും. നാണമില്ലാത്തവന്റെ ആസനത്തിൽ വാല് കിളിർത്താൽ അതും ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നവരാണ് പിണറായി സർക്കാരിലെ മഹാന്മാർ. എന്തായാലും ഈ നാണമില്ലാത്ത മഹാന്മാരെ നല്ല വൃത്തിക്ക് പഞ്ഞി കിട്ടിയിരിക്കുകയാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രൻ. കേന്ദ്രം എന്തു കൊടുത്താലും കിട്ടിയില്ല എന്ന് പറയാനല്ലേ കേരളം വായ തുറക്കൂ. ലെവലേശമെങ്കിലും ഇക്കൂട്ടർക്ക് നാണമുണ്ടോ? ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം. കേന്ദ്ര പദ്ധതികൾ എടുത്ത് കേരള സർക്കാർ ചുരുക്കെഴുത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാണമില്ലല്ലോ ഇമ്മാതിരി പണി ചെയ്യാൻ. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്രത്തിന്റെ പണം ഉപയോഗിച്ചാണ്. എന്നിട്ട് അത് വല്ലതും പുറത്തുണ്ടോ? നഗരവികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിൽ ചെലവഴിച്ച തുകയുടെ കണക്ക് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ? ഈ പദ്ധതിക്കായി 700 കോടിയിലധികം രൂപയാണ് കേന്ദ്ര സർക്കാർ കൈമാറിയത്. ഗഡ്കരി കൊടുത്ത റോഡിൽ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് റിയാസിന്റെ ആ പോസ്റ്റിനൊപ്പം കേന്ദ്രം നൽകിയ പണം കൂടി വ്യക്തമാക്കാൻ തയ്യാറാകണം. പിന്നെ മരുമകൻ സഹാവായ റിയാസിനെ കുറിച്ച് അധികമൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വിഴിഞ്ഞത്ത് RC വേദിയിൽ കയറിയപ്പോൾ തറ കിട്ടിയതിന്റെ സങ്കടം എല്ലാവരും കണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ പരസ്യത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കേന്ദ്ര സർക്കാർ വിഹിതം എത്രയെന്ന് മറച്ചുവെച്ച് സ്മാർട്ട് സിറ്റികളുടെ നഗരവികസനത്തിനും എത്ര കോടി കേന്ദ്രം നൽകിയെന്നതും തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുമോ? സർക്കാർ നൽകിയ ഈ പരസ്യത്തിൽ പദ്ധതി സ്വന്തം പേരിലേക്ക് മാറ്റുകയായിരുന്നു. സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിക്കുന്ന പല പദ്ധതികളും കേന്ദ്രത്തിൻ്റെതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പോലും പറയാതെ പറഞ്ഞു. അതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പിണറും മരുമകനും ഓർക്കണം. LDF 3 ലോഡിംഗ് എന്ന മരുമകൻ സഖാവിന്റെ പ്രസ്താവനയെ ഒരു ചിരിയോടെ ഓർക്കാൻ പറ്റും. എന്ത് കണ്ടിട്ടാ പിണറുവിന്റെ മൂന്നാമത്തെ ലോഡിംഗ്? കർത്തയുടെ കരിമണലാണോ ലോഡിംഗ്? കേന്ദ്രം പ്രഖ്യാപിച്ച വലിയ റോഡുകളെക്കുറിച്ച് വിദഗ്ധ ചർച്ചയ്ക്കോ തുടർ നടപടിക്കോ കേരളം തയ്യാറാകുന്നില്ല. ടെൻഡറുകൾ ഊരാലുങ്കലിന് മാത്രം നൽകുകയാണ്. ഊരാങ്കലിനെ പറ്റി ചോദിച്ചാൽ ചിരിക്കും. എന്നാൽ കർത്തയെ പറ്റി ചോദിച്ചാൽ മൗനമാണ് മുഖ്യമന്ത്രിക്ക്. ഗഡ്കരി കൊടുത്ത റോഡിൽ നിന്നും റിയാസ് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ കേന്ദ്രം എത്ര നൽകിയെന്ന് കൂടി പറയാൻ തയ്യാറാകണം. ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന് പിണറും കൂട്ടരും കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.